വടകര ലോക്സഭാ മണ്ഡലം വിലയിരുത്താൻ ചേരുന്നത് പ്രമുഖ രാഷ്ട്രതന്ത്ര വിദഗ്ധനും ഒപ്പം അധ്യാപകൻ എന്ന നിലയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു. കേന്ദ്ര സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്നു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്ന നിലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ഈ തെരഞ്ഞെടുപ്പ് രംഗം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും കൃത്യമായ വിശകലനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ബഹുമാനനായ ഡോക്ടർ ഗോപകുമാർ സാറാണ്. ഡോക്ടർ ഗോപകുമാർ സാർ, സ്വാഗതം ABC മലയാളം ന്യൂസിൽ. നമസ്കാരം സാർ, ഇനിയുള്ള മിനിറ്റുകളിൽ നമ്മൾ വടകര ലോക്സഭാ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ എൽ ക്ലാസിക്കോ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മരണമാസെന്നോ കൊലമാസെന്നോ ഒക്കെ പറയുന്നത് പോലെയുള്ള ഒരു വീറുറ്റ പോരാട്ടം അവിടെ നടക്കുന്നു. പ്രാഥമികമായി അങ്ങ് എങ്ങനെ വിശേഷിപ്പിക്കും വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി നടക്കുന്ന പോരാട്ടം? ദേശീയ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ 20 സീറ്റുകളിലെ മത്സരമെടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ പറയാൻ പറഞ്ഞാൽ അതിൽ ആദ്യത്തെ 3 എണ്ണത്തിൽ ഒരുപോലെ വരുന്ന 3 മണ്ഡലങ്ങൾ തിരുവനന്തപുരം, തൃശ്ശൂർ, വടകര. ഇത് ഒരുപോലെ നിൽക്കും. അത് സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ട്, മത്സരത്തിൻ്റെ കാഠിന്യം കൊണ്ട്, പിന്നെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മാറി വരുന്ന സാഹചര്യവും ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, വടകരയാണ് ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ മികവുണ്ട്, രാഷ്ട്രീയ ബോധമുള്ളൊരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ടയായിരുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ 7 മണ്ഡലങ്ങളിൽ 6 എണ്ണവും ഇടതുപക്ഷം ജയിച്ച ഒരു മണ്ഡലമാണ്. അതിൻ്റെയൊക്കെ അർത്ഥം ചരിത്രപരമായി വലിയ വേരോട്ടവും സാമൂഹിക പശ്ചാത്തലവും ഒക്കെയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വ്യത്യസ്തമായ വിധികൾ കഴിഞ്ഞ 2 തവണയായിട്ട് നമ്മൾ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. അത് മുരളീധരനും മുല്ലപ്പള്ളിക്കും ഒക്കെ വിജയത്തിന് കാരണമാക്കി. പക്ഷേ ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ശക്തി അവിടെ ചോർന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഇറക്കിയ സ്ഥാനാർത്ഥിയുടെ പ്രാമുഖ്യം കൊണ്ട്, പ്രത്യേകത കൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗം ഒന്നുകൂടി ശ്രദ്ധ ആകർഷിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ UDFും ഒട്ടും പുറകിലല്ല. LDF കേരളത്തിലെ ഏറ്റവും പ്രമുഖ വനിതാ രാഷ്ട്രീയ നേതാവ്, ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു ഇമേജുള്ള ശൈലജ ടീച്ചർ കേരളത്തിലെ ആരോഗ്യമന്ത്രിയായി വളരെയധികം പ്രസിദ്ധി ആർജിച്ചു. ജനസമ്മതിയുണ്ട്. ഇപ്പോൾ നിയമസഭാംഗമാണ്. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അവിടെ നിന്ന് ജയിച്ചത്. അപ്പോൾ അവരുടെ ജനസമ്മതി ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് മുരളീധരനായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. പക്ഷേ തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് മണ്ഡലം നഷ്ടപ്പെടാനുള്ള സാധ്യത കണ്ടുകൊണ്ടായിരിക്കണം അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റി, വടകരയിലെ സ്ഥാനാർത്ഥിയെ അങ്ങോട്ടേക്ക് മാറ്റിയപ്പോൾ പാലക്കാട് അസംബ്ലിയിൽ പ്രമുഖനായ ശ്രീധരനെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു, KPCC ഭാരവാഹിയാണ്, വളരെ ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഈ ഷാഫി പറമ്പിൽ രംഗത്ത് വന്നതോടുകൂടി ആ മത്സരം കടുത്ത മത്സരമാണ്. ഈ മത്സരം ഈ 2 സ്ഥാനാർത്ഥികളുടെ അങ്ങനെ 2 സ്ഥാനാർത്ഥികളുടെയും പ്രത്യേകതകളിലൂടെ ഒക്കെ കടന്നു പോവുകയായിരുന്നു. തീർച്ചയായും നമുക്ക് അതിലേക്ക് വിശദമായി വരുന്നതിന് മുമ്പ് ഒരു കൗതുകമുള്ളത്, ഈ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷം 1,30,000-ലധികം ഭൂരിപക്ഷം P സതീദേവി നേടിയ മണ്ഡലം വടകര മണ്ഡലം. വടകരയെ പറ്റി പറയുന്നത് CPMനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള മണ്ഡലം എന്നാണ്. അങ്ങ് പതിറ്റാണ്ടുകളായി ഈ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ രംഗവും ഒക്കെ നിരീക്ഷിക്കുന്നു. ഒരു രാഷ്ട്രതന്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ 2009 മുതൽ എന്താണ് ശരിക്കും വടകരയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് അങ്ങ് കരുതുന്നത്? ഒന്ന്, അക്രമ രാഷ്ട്രീയം. അത് CPMന്റെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമ രാഷ്ട്രീയം ജനങ്ങളുടെ മനസ്സിൽ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഒരു സാഹചര്യത്തിൽ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ജനകീയമായിരുന്നു. CPMന്റെ വലിയൊരു തേരോട്ടമുള്ള മേഖലയായിരുന്നു കണ്ണൂറും വടകരയും കാസർഗോഡും എല്ലാം. ആ ഉത്തര മലബാറിലെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ ഈ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡും കണ്ണൂറും വടകരയും ഏതാണ്ട് ആ ഇടതുപക്ഷത്തിൻ്റെ സമഗ്രാധിപത്യത്തിൻ്റെ ഒരു മേഖലയായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് പാർട്ടിക്ക് അകത്ത് തന്നെ പാർട്ടിയുടെ നടപടികളും നയവ്യത്യാസങ്ങളിലുമെല്ലാം ക്ഷുഭിതരായ കുറച്ചുപേരെങ്കിലും പാർട്ടിയോട് വിട പറയാനും
മാറി നിൽക്കാനും എതിർക്കാനും റിബലാക്കാനും ഒക്കെ സാഹചര്യമുണ്ടായി. അതിൽ ഒരു പ്രത്യേകത നമുക്കറിയാം, ടി.പി. ചന്ദ്രശേഖരൻ്റെ RMPയുടെ വരവ്. അദ്ദേഹം വധിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തോടൊപ്പം കടന്നു വന്ന RMPയിലെ പ്രവർത്തകർ അവർ പ്രത്യേകിച്ചൊരു പാർട്ടി ഉണ്ടാക്കി CPMനെ ആ നിലയ്ക്ക് വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത്. CPMന് വളരെ സമഗ്രാധിപത്യമുള്ള വടകര മണ്ഡലത്തിൽ പരമ്പരാഗതമായി അവിടെ RSS CPM മത്സരവും സംഘടനകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും പാർട്ടിക്ക് അകത്തു നിന്നൊരു ഭാഗം പുറത്തു പോയത് ആണ് ഈ 2004 ശേഷം പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഒരു വലിയ വെല്ലുവിളി ഉണ്ടായത്. അപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ RMP സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം വധിക്കപ്പെട്ടു. പിന്നീടുണ്ടായ അവിടുത്തെ ചോരക്കളിയും അത് കേരള രാഷ്ട്രീയത്തിലും ഉത്തര മലബാറിലും ഉണ്ടാക്കിയ സ്വാധീനവുമെല്ലാം ഒരു വലിയ പരിധിവരെ CPMനും LDFനും വെല്ലുവിളി ഉണ്ടാക്കി. ഇതാണ് ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയ്ക്ക് വടകര മണ്ഡലത്തിലുണ്ടായ പ്രധാന മാറ്റം എന്ന് പറയാവുന്നത്. അതല്ലെങ്കിൽ 2019 ഒരു രാഹുൽ തരംഗമുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് വടകരയിലേക്ക് വീഴ്ചയടിച്ചൊരു കാറ്റുണ്ടായിരുന്നു. ആ വലിയ തരംഗത്തിലാണ് 84,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മത്സരചിത്രം കുറച്ചുകൂടി മാറുന്നു, കുറച്ചുകൂടി വീറും വാശിയും ഉണ്ടാകുന്നു. രാപകലില്ലാതെയുള്ള പ്രചാരണം വടകരയിൽ കാണുന്നു. അവിടെ തന്നെ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച ഷാഫി പറമ്പിൽ, ആ ചെറുപ്പക്കാരനായ ഏറെ പ്രോമിസിംഗ് ആയ രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം 2 ദിവസം ഗൾഫിലായിരുന്നു. ഗൾഫ് പര്യടനമൊക്കെ നടത്തി. അതായത് വടകരയിലുള്ള വോട്ടർമാരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ വോട്ടർമാർ തന്നെ അവരെ നേരിട്ട് ഗൾഫിലേക്ക് എത്തിയൊക്കെയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. അവരുടെ റോഡ് ഷോകൾ എന്ന് പറഞ്ഞാൽ മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു സാന്നിധ്യം കഴിഞ്ഞ തവണ കെ മുരളീധരനെ ലീഗുകാർ കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് ഷാഫിയെ ഇപ്രാവശ്യം അവിടെ വന്ന് അത്രയും ആവേശത്തോടെ ലീഗുകാർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് സത്യത്തിൽ ഇത്രയും പ്രവചനാതീതമായ മറ്റൊരു മണ്ഡലമുണ്ടോ എന്ന് അങ്ങും സംശയിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ ട്രയാങ്കുലർ ഫൈറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ തൃശ്ശൂർ പോലെയോ ഒരു പരിധിവരെ തിരുവനന്തപുരത്തുള്ളത് പോലെയോ ഒരു വലിയൊരു ത്രികോണ മത്സരം നടക്കാത്ത, നേരിട്ട് മത്സരം നടക്കുന്ന 2 പ്രമുഖ ഐഡിയോളജീസ്, 2 പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും, ആ നിലയ്ക്ക് ആ മത്സരം വളരെ സ്ട്രെയിറ്റ് ആണ്. BJP ആ നിലയ്ക്ക് ഇവിടെ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രഫുല്ല കൃഷ്ണയുടെ പ്രവർത്തനം അത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല ഈ സമീപകാലത്ത്. നേരിട്ടുള്ള ഈ മത്സരത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം അതൊന്നും ഉണ്ടായിരുന്നു. എന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നാച്ചുറൽ ഫ്രണ്ട് അല്ലെങ്കിൽ അലൈ എന്ന് പറയുന്നത് 1970 ശേഷം മുസ്ലിം ലീഗാണ്. അന്നും ഇന്നും കഴിഞ്ഞ 54 വർഷമായി ഇടതുപക്ഷ നിന്ന് വിട പറഞ്ഞ് UDFിലേക്കും കോൺഗ്രസിലും എന്നും നിൽക്കുന്ന ഒരു അലയൻസ്, അരനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വടകരയിൽ കോൺഗ്രസിന് വളരെ വളരെ നിർണായകമാണ്. അത് കഴിഞ്ഞ തവണ മുരളിയെ വിജയിക്കാൻ കാരണമാക്കി. ഇപ്പോഴും ആ കെമിസ്ട്രിക്ക് ഒരു മാറ്റവുമില്ല, രസതന്ത്രത്തിന് ഒരു മാറ്റവുമില്ല. മുസ്ലിം ലീഗിൻ്റെ ആത്മാർത്ഥമായ പിന്തുണ വടകരയിൽ ഷാഫി പറമ്പിലിനുണ്ട്. മറ്റൊരു പ്രത്യേകത, ഷാഫി പറമ്പിൽ ജനകീയനായൊരു നേതാവാണ്, വളരുന്ന ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. പാലക്കാട് നിന്ന് പെട്ടെന്ന് മാറിയെങ്കിലും ആ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് വടകരയുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മറുവശത്ത് ശൈലജ ടീച്ചറിന് നീണ്ടകാലം വടകരയുമായിട്ടും കണ്ണൂരുമായിട്ടും ഉത്തര മലബാറുമായിട്ടും നല്ല പ്രവർത്തന പാരമ്പര്യമുണ്ട്. അവർ കേരളമൊട്ടുക്ക് പ്രസിദ്ധി ആർജിച്ചൊരു മന്ത്രിയും നേതാവുമാണ്. അതൊക്കെ ശരിയാണ്. വടകരയുടെ ഹൃദയത്തിൽ ശൈലജ ടീച്ചറിനൊരു സ്ഥാനവുമുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ രംഗത്ത് വന്നതോടുകൂടി മത്സരം ഒന്നുകൂടി കടുത്തതായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ പ്രവചനാതീതമാണ് എന്നെനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഞാൻ കാണുന്നത് UDFന് ഒരു അപ്പർ ഹാൻഡ് ഈ മണ്ഡലത്തിലുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ദേശീയ തിരഞ്ഞെടുപ്പിൽ UDF ആണ് നേരിട്ട് കേന്ദ്രത്തിലെ BJP ഭരണത്തെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാൽവെക്കുമ്പോൾ UDFനും കോൺഗ്രസിനുമുള്ള സ്ഥാനം BJPയുമായി അത്രത്തോളം ഒരു പ്രതിപക്ഷ സ്ഥാനം ഇടതുപക്ഷത്തിന് ദേശീയ പാർലമെന്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അപൂർവമായിട്ട് 2004 മാത്രമാണ് കുറച്ച് അംഗങ്ങളെങ്കിലും എത്തിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളത് മാത്രമല്ല, BJPയെ നേരിടാൻ ശക്തമായ ഒരു
പാർട്ടിയും മുന്നണി കോൺഗ്രസ് ലീഗ് സഖ്യകക്ഷികളാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവിടുത്തെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കുന്തമുന ചെന്നെത്തുന്നത് UDF-ലാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ്. ഒന്ന്. രണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാകും. അത്തരമൊരു ചർച്ച ആരും പറയുന്നില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ അത് നല്ല ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അത് സമീപകാലത്ത് മാത്രമല്ല, രണ്ടാം പിണറായി ഭരണത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിലുണ്ടായ സംഭവവികാസങ്ങൾ, ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അത് സംസ്ഥാനത്തിൻ്റെ വിഭവശേഷിയിലും വികസനത്തിലും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കാൻ സമയത്തിന് കിട്ടാത്ത വിഷമങ്ങൾ, മറ്റ് വികസന പ്രോജക്റ്റുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം നിൽക്കുകയും കിഫ്ബിയെക്കുറിച്ചുള്ള ആക്ഷേപവും തുടർന്ന് സഹകരണ സംഘങ്ങൾക്കെതിരെ വന്ന ആക്ഷേപവും അഴിമതി ആരോപണവും അത് കൂടിക്കൂടി ശക്തി ആർജിച്ചു വരികയും ഇതോടൊപ്പം ഗവൺമെൻറ്റിൽ തന്നെ ഇരിക്കുന്ന ചില ആൾക്കാർക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ, അത് മാസപ്പടി വിവാദമാണെങ്കിലും മറ്റ് അഴിമതിയുടെ കാര്യമാണെങ്കിലും ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ നടന്ന രണ്ട് സംഭവ വികാസങ്ങൾ. മലബാറിനടുത്ത് തന്നെ വയനാട് പൂക്കോട് അവിടുത്തെ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യയാണോ കൊലപാതകമാണോ, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത് കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിയിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾക്ക് അതിനുള്ളൊരു സമാധാനം പറയേണ്ടി വരുന്നു. കാരണം SFI നേതൃത്വം തന്നെ മാധ്യമ ചർച്ചയിൽ വന്ന് ഈ തെറ്റ് ഞങ്ങൾ ചെയ്തതിലും ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യത്തിലും അതിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിൽക്കുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ താനൂർ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ ഈ സംഭവം ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം അക്രമ രാഷ്ട്രീയം ആ മേഖലയിലുണ്ട്. പണ്ടും അക്രമ രാഷ്ട്രീയമുണ്ട്, RSSും CPM തമ്മിലാണെന്ന് മാത്രം. കോൺഗ്രസ് വലുതായിട്ട് അക്രമ രാഷ്ട്രീയ രംഗത്ത് CPM ഏറ്റുമുട്ടിയ വലിയ പാരമ്പര്യമൊന്നും കാണുന്നില്ല. പണ്ട് കുറച്ചുണ്ടായിരുന്നു. പക്ഷെ സംഘടിതമായ മത്സരവും സംഘടനകളും ഉണ്ടാകുന്നത് RSS മാർക്സിസ്റ്റ് ക്ലാഷസിലാണ്. ഇന്ന് ആരെ ഉദ്ദേശിച്ചാണോ, പ്രത്യേകിച്ച് വടകരയിൽ തീർച്ചയായിട്ടും BJP ഒരു വലിയ ശക്തിയാണെന്ന് പറയാൻ കഴിയില്ല. തിരുവനന്തപുരത്തോ തൃശ്ശൂരോ പാലക്കാടോ ഒക്കെ ഉള്ളതുപോലെ. അതേസമയം മറുവശത്ത് RMB CPM-ന് വലിയൊരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ മുൻപ് സംഘടന നടന്നിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ്റെ വധത്തിനെ തുടർന്നുണ്ടായ കേസ് കൂടുതൽ ശക്തി ആർജിച്ച് വരുന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ അതിൻ്റെ ആ നിയമ നടപടികൾ വരുന്നതും പൊതുജന ശ്രദ്ധയിൽ വരുന്നു. അപ്പോൾ ഈ സമയത്ത് പാനൂറുണ്ടാക്കിയ ബോംബ് സ്ഫോടനം അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വരും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരം നടക്കുന്നില്ല, നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ കൂടുതൽ അങ്ങ് പറയുന്നുണ്ട് ഒരു അപ്പർ ഹാൻഡ് UDF-ന് ഉണ്ട് എന്ന് അങ്ങ് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നത് പ്രവചനാതീതമാണ് മത്സരം എന്നാണ്. അതേസമയം തന്നെ അങ്ങ് പറഞ്ഞതുപോലെ അവിടെ NDA ഒരു വലിയ ശക്തിയല്ല, 1 ലക്ഷം തൊട്ടിട്ടില്ല ഇതേവരെ. അവരുടെ വോട്ട് ഷെയർ 1 ലക്ഷം തൊടാത്ത ചുരുക്കം മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര എന്ന് പറയാം. അതേസമയം തന്നെ ഡോക്ടർ ഗോപകുമാർ സർ, എനിക്ക് കൗതുകം തോന്നുന്നത് ഇപ്പൊ നമ്മൾ ഈ നിയമസഭ രണ്ട് പാറ്റേൺ ആണ് എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാർജിനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ വടകര ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ ശക്തി ബോധ്യപ്പെടും. നമുക്ക് തലശ്ശേരിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ AN ഷംസീറിന് 2021 36,801 വോട്ടുകളുടെ ഭൂരിപക്ഷം. അതുപോലെ തന്നെ കൂത്തുപറമ്പിലും വലിയ ഭൂരിപക്ഷത്തിൽ KP മോഹനൻ 10,000-നടുത്ത വോട്ടുകൾക്ക് വിജയിച്ചു. ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പേരാമ്പ്രയിൽ ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്, 20,000 തൊടുന്ന ഭൂരിപക്ഷം. അതായത് പാർട്ടിക്ക് കൃത്യമായും വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് വടകര. അതിന്റെ സൂചകമാണ്, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ തെളിവാണ് 2004 ആ സാധാരണഗതിയിൽ നമുക്കറിയാലോ മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങളായ പൊന്നാനിയിലോ പഴയ മഞ്ചേരിയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മലപ്പുറത്തോ ആയിരിക്കും റെക്കോർഡ് ഭൂരിപക്ഷം. പക്ഷെ അപ്രാവശ്യം കോൺഗ്രസ് സംപൂജ്യരായി പോയ തെരഞ്ഞെടുപ്പ് അതിൽ ലീഗിനാണ് ആകെ UDF-ന്റെ സീറ്റ് കിട്ടിയത്. ഇ അഹമ്മദിന് പോലും 1,00,000 ചില്ലറ വോട്ടുകൾ അദ്ദേഹം നേടിയപ്പോൾ 1,30,000 വോട്ടുകൾ നേടിയ മണ്ഡലമാണ് വടകര. അത്രയേറെ പാർട്ടിക്കോട്ട, പാർട്ടിയുടെ നെടുങ്കോട്ടയെന്നോ ചെങ്കോട്ടയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന അത്രയും വേദികളും അടിത്തറയുമുള്ള ഈ പാർട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പാർട്ടിയെ സംബന്ധിച്ച ആ മണ്ഡലം അത്രയും വേരുകളും അടിത്തറയുമുള്ള മണ്ഡലമാണ്. എവിടേക്ക് വോട്ട് ചോരുന്നു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ടോ ഡോക്ടർ ഗോപകുമാർ?
ഇപ്പോൾ ആർ എം പിയുടെ 50,000-അടുത്തുള്ള വോട്ടുകൾ എവിടെ പോകുമെന്നുള്ളതിനെ കുറിച്ച് തർക്കമൊന്നുമില്ല. അത് യു ഡി എഫിൻ്റെ ബാഗിലാണ് എത്തുന്നത്. സഖ്യകക്ഷിയും കൂടിയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടേണ്ടിയിരുന്ന ഒരു നല്ലൊരു ഭാഗം വോട്ട് ആർ എം പി വഴി കോൺഗ്രസിലേക്ക് എത്തുന്നു. അത് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അറിഞ്ഞൂടാത്ത ഒരു അടിയൊഴുക്ക് എങ്ങനെ പോകുമെന്ന് അറിഞ്ഞൂടാത്തത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനവും ആ വോട്ടുകളും എങ്ങനെ വരുന്നു. ഒരുപക്ഷെ എൻ ഡി എ സ്ഥാനാർത്ഥി താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ 1,00,000 വോട്ട് പിടിച്ചാൽ ആ വോട്ട് ഏത് ബാഗിൽ നിന്നാണ് പോകുന്നത്, ഏത് സോഴ്സിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇന്നിപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടെങ്കിലും ഒരുപക്ഷെ പുതിയ തലമുറയിലെ ആൾക്കാരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോലും പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ചിന്താഗതി പരമ്പരാഗതമായി കണക്കാക്കിയിരുന്നത് കോൺഗ്രസിൻ്റെ സോഴ്സിൽ നിന്നാണ് ബി ജെ പിയുടെ വളർച്ച. അതിൽ കുറച്ച് സത്യമുണ്ടെങ്കിലും സാമുദായികപരമായി നമ്മൾ അത് വിലയിരുത്തുമ്പോൾ അത് ഇടതുപക്ഷത്തെയും ബാധിക്കുന്നുണ്ട് ബി ജെ പിയുടെ വളർച്ച എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ ബി ജെ പിയുടെ അതേസമയം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം ശക്തമല്ലാതെ വന്നാൽ നമുക്ക് കാണാത്ത അടിയൊഴുക്കുകൾ വല്ലതും വടകര മണ്ഡലത്തിലുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ആ ഭാഗം എവിടെ ചെന്നെത്തും? കാരണം ആൾക്കാർ പറയുന്നത് പോലെ എന്തെങ്കിലും രഹസ്യധാരണ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഈ 3 സ്ഥാനാർത്ഥികളിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമോ എങ്കിൽ ആ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? അപ്പോൾ നമുക്കറിയാം യു ഡി എഫ് പറയുന്നു എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന്, എൽ ഡി എഫ് പറയുന്നു യു ഡി എഫും ബി ജെ പിയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം ശക്തിപ്പെടാത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ചില ആൾക്കാർ പറയുന്നത് ഇടതുപക്ഷത്തെ സഹായിക്കാനാണെന്ന്. പക്ഷെ അതങ്ങനെ എളുപ്പം ഇടതുപക്ഷത്തിൽ ചെല്ലുന്നൊരു വോട്ടല്ല. കാരണം ഐഡിയോളജിക്കലായിട്ട് ലെഫ്റ്റും ബി ജെ പിയും 2 വ്യത്യസ്ത ആശയങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി കേഡർമാരുടെ അടുത്ത്, ആർ എസ് എസിൻ്റെ അടുത്തോ ബി ജെ പി അനുഭാവികളുടെ അടുത്തോ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പ്രാവർത്തികമാകുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം അവർക്ക് വിശ്വാസ്യത ഉണ്ടാവില്ല. ഇപ്പോൾ മറ്റ് അടിയൊഴുക്കുകൾ എന്താണ് കാണുന്നത്? ഇപ്പോൾ ശൈലജ ടീച്ചറുടെ സ്ത്രീകളുടെ ഇടയിൽ നല്ല സ്വാധീനമുണ്ട്. പക്ഷേ ചെറുപ്പക്കാരുടെ ഇടയിൽ ഷാഫി പറമ്പിലാണ് സ്വാധീനമുള്ളത്. പിന്നെ താങ്കൾ തുടങ്ങി വെച്ചപ്പോൾ ഈ തവണ ചോദിച്ചൊരു കാര്യം, ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനുള്ള വലിയ സ്വാധീന ശക്തി എന്തുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമായി കാണുന്നില്ല? അത് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചു. നാഷണൽ പാർലമെൻറ്റിൽ ദേശീയ ഇലക്ഷൻ വരുമ്പോൾ അവിടെ ബി ജെ പിയെ നേരിടാൻ ഏറ്റവും ശക്തമായ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി എന്ന് കണക്കാക്കപ്പെടുന്നത് കോൺഗ്രസിനെ ആയതുകൊണ്ടായിരിക്കാം. മാത്രവുമല്ല, ഇന്ത്യ സഖ്യത്തിൽ അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നായതുകൊണ്ട് യാതൊരു മനക്ലേശമില്ലാതെ ഇടതുപക്ഷത്തിലെ കുറച്ച് ആൾക്കാർക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാം. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. എന്നിട്ട് പോലും വോട്ട് ചോർച്ചയുണ്ടായി. ദേശീയ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 20-ൽ 19 സീറ്റ് കഴിഞ്ഞ തവണ കിട്ടാനുള്ള പ്രധാന കാരണം ഈ ഫാക്ടർ കൂടിയുണ്ട്. ആന്റി ബി ജെ പി വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ. തീർച്ചയായും അതെ. ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചു, അത് പറഞ്ഞോളൂ. അത് ഈ ഒഴുക്ക് ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടെത്തുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ജനകീയതയേക്കാൾ കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് ദേശീയ തെരഞ്ഞെടുപ്പിലെ പ്രാവർത്തികമായ ചില ഘടകങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ പാർലമെൻറ്റിൽ പോകുന്നതാണോ, ശൈലജ പാർലമെൻറ്റിൽ പോകുന്നതാണോ രാജ്യത്തിന് നല്ലത്, ഇല്ലെങ്കിൽ ബി ജെ പിയെ ചെറുക്കാൻ നല്ലത്? ആ നിലയ്ക്കുള്ളൊരു ചർച്ചയിലേക്ക് കൂടുതൽ പോകുമ്പോൾ വാസ്തവത്തിൽ പ്രതിരോധത്തിലാകുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളതാണ്. ആർ എം പിയുടെ പിന്തുണയുണ്ട്. പിന്നെ ഇതെല്ലാത്തിനും പുറമെ സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ കൂടി മണ്ഡലത്തിൽ നടക്കുന്നു. കുരിഞ്ഞ പോരാട്ടമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല 2 കൂട്ടരും. പക്ഷേ ജനകീയനായ 2 സ്ഥാനാർത്ഥികൾ, അതിലൊരാൾ ചെറുപ്പക്കാരനാണ്, മറ്റൊരാൾ വനിതയാണ്. 2 പേർക്കും പോപ്പുലാരിറ്റി ഉണ്ട്, 2 പേരും ജനകീയനാണ്. ആ നിലയ്ക്ക് ജനസമൂഹത്തിൽ വലിയ മതിപ്പുള്ള സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ടാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ഇത് പ്രവചനാതീതമാണ് എന്നുള്ളത്. പക്ഷെ പൊതുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അതിന് മുമ്പ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, 14-ലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. യു ഡി എഫിന് അനുകൂലമായ ഒരു ഫാക്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് എൽ ഡി എഫിന് പ്രാദേശിക നിലയിലുള്ള പിന്തുണ കുറയുന്നു എന്നുള്ളതല്ല, നാഷണൽ പൊളിറ്റിക്സിൽ ജനങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എടുക്കുന്ന ഒരു പാറ്റേണ്, ആ ഒരു ക്യാരക്ടർ അല്ല അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വരുന്നത്. അവിടെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്കൽ ഫാക്ടറും സംസ്ഥാനം ആര് ഭരിക്കണം എന്നുള്ളതാണ്, മറ്റേത് രാജ്യം ആര് ഭരിക്കണം, അതിലെന്ത് തീരുമാനമാണ് എടുക്കുക. ആ നിലയിൽ ഞങ്ങൾ രാഷ്ട്രമീമാംസയിൽ ഇതിനെ ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് എന്ന് പറയും. ഒരേ സമയം നിങ്ങളുടെ കയ്യിൽ 2 ബാലറ്റ് പേപ്പർ വച്ചാൽ, ഇപ്പോൾ വോട്ടിംഗ് യന്ത്രമാണ്,
അപ്പോൾ 2 ബാലറ്റ് 2 വോട്ട് അസംബ്ലിക്കും പാർലമെന്റിനും ചെയ്താൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാരൊഴികെ ബാക്കി പല ആൾക്കാരും അസംബ്ലിക്ക് ഒരു സ്ഥാനാർത്ഥിക്കും പാർട്ടിക്ക് പാർലമെന്റിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യും. ഇതിൽ കേരളം പ്രത്യേകിച്ച് വൈദഗ്ധ്യം കാണിച്ച ഒത്തിരി തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് പിന്നെ കഴിഞ്ഞ 2 തവണയുള്ള വടകരയുടെ ഒരു ഇലക്ട്രൽ ബിഹേവിയർ കൂടി നോക്കിക്കഴിയുമ്പോൾ ലോക്സഭാ പോളിൽ ഒരു ബിഹേവിയർ കൂടി കാണുമ്പോൾ ആ അന്നത്തെ രസതന്ത്രം ഒന്നുകൂടി ശക്തി ആർജിച്ചു. പ്രത്യേകിച്ച് BJP 3ാം തവണയും കേന്ദ്രത്തിൽ വരാൻ പോകുന്നു എന്ന സർവേകളൊക്കെ പറഞ്ഞ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ മത്സരം ഡൽഹിയിൽ ആരാണ് പ്രതിപക്ഷത്തിരിക്കേണ്ടത്, കോൺഗ്രസ് ആണോ CPM ആണോ എന്നുള്ള നിലയിലേക്ക് ചർച്ച വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഷാഫി പറമ്പിലിന് ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ളത് ഒരു റാഷണൽ അപ്രോച്ചിൽ ഞാൻ പറയുകയാണ്. അതെ, അതേസമയം തന്നെ ഞാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഈ TP ചന്ദ്രശേഖരൻ വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വടകരയുടെ രാഷ്ട്രീയ മനസ്സിനെ വല്ലാതെ കലുഷിതമാക്കി കഴിഞ്ഞിട്ടും 2014 എനിക്ക് തോന്നുന്നു 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിരാശാജനകമായ പരാജയം ആ ചെറുപ്പക്കാരന്റെ പരാജയമായിരുന്നു. AN ഷംസീറിന്റെ പരാജയം. ഏതാണ്ട് 3000-ലധികം വോട്ടുകൾക്ക് മാത്രം അവിടെ പരാജയം രുചിച്ചു ഷംസീർ എന്ന് പറയാം. അങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തിയ പാർട്ടി പക്ഷെ 2019 എത്തിയപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്നങ്ങ് അവിടെ വടകരയിൽ പോയി തീവണ്ടി ഇറങ്ങിയ K മുരളീധരനെ ഏറ്റെടുക്കുകയും 84,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകുകയും ചെയ്തു. പലപ്പോഴും വടകരയുടെ രാഷ്ട്രീയ മനസ്സ് ഈ പിടുത്തം കിട്ടാത്ത ഒന്നാണോ? P ജയരാജനെ പോലെ പാർട്ടിക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരെന്ന് പറയാവുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ ആ മേഖലയിലെ തന്നെ മലബാർ മേഖലയിലെ അല്ലെങ്കിൽ ആ ഒരു ഉത്തരമേഖലയിലെ ഒരു നെടും തൂണെന്നോ അല്ലെങ്കിൽ പകരം വെക്കാനില്ലാത്ത നേതാവെന്നോ പറയാവുന്ന P ജയരാജൻ സ്ഥാനാർത്ഥിയായിട്ട് പോലും K മുരളീധരന് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നങ്ങ് വടകരയിൽ പോയി 84,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് എന്ത് മാജിക് ആണെന്നാണ് അങ്ങ് കരുതുന്നത്? ഈ മാജിക്കിന്റെ പിറകിൽ സാമുദായിക ധ്രുവീകരണം കൂടിയുണ്ട്. മുസ്ലിം ലീഗിന്റെ അകമഴിഞ്ഞ പിന്തുണ പരിഗണിക്കണം. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇടതുപക്ഷത്തിന്റെ മാത്രം പിന്തുണ മാത്രമേ ഉള്ളൂ. അതിൽ പഴയ കാലത്ത് ജനതാ പാർട്ടി ഉണ്ടായിരുന്നു, പിന്നീട് കുറുപ്പ് സ്ഥാനാർത്ഥി രാഷ്ട്രീയം നയിച്ചു മുന്നോട്ട് കൊണ്ടുപോയി, സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള മറ്റ് പ്രവർത്തകരുണ്ട്. ആ ഒരു സാഹചര്യം ഇടതുപക്ഷത്തേക്ക് കുറച്ചൊക്കെ വന്നെങ്കിലും ആ ഭാഗം പിന്നെ കുറച്ച് KP മോഹൻ കോൺഗ്രസിലേക്ക് മടങ്ങി. അപ്പോൾ ഈ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ ഇടതുപക്ഷത്തിനകത്ത് വിള്ളലുകൾ ഉണ്ടാവുകയും RMPയുടെ ശക്തി CPMനെ കുറച്ചെങ്കിലും തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടി സ്വാധീനിക്കുകയും ചെയ്തു. ആ ഒരു ഫാക്ടർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, TP ചന്ദ്രശേഖരൻ എന്നുള്ള വികാരം ഇന്നും വടകരയുടെ വികാരമാണ്. ഇന്ന് KK രമ ശക്തമായി സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലോക്സഭ കാണുന്ന ആ ചുറ്റുപാടുമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വേരോട്ടമുണ്ട്. അതിനൊരു കുറവും വന്നിട്ടില്ല. ഇനിയും അത് ആ നിലയ്ക്ക് തന്നെ അസംബ്ലി പൊളിറ്റിക്സിൽ കാണാം, അസംബ്ലി ഇലക്ഷനിൽ കാണും. പക്ഷെ പാർലമെന്റ് വരുമ്പോൾ ആ പാറ്റേണെ മാറി. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ ദേശീയ രാഷ്ട്രീയത്തിന് പ്രാമുഖ്യം വരുമ്പോൾ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഭൂമിക മാറുന്നു ജനങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത്. അതിൻ്റെ പിറകിൽ മുസ്ലിം ലീഗിൻ്റെ പരിപൂർണ പിന്തുണയുണ്ട്. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വട്ടിയൂർക്കാവിൽ നിന്ന് ഓടി വന്ന മുരളീധരൻ അവിടെ ജയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല പിന്തുണ, മുസ്ലിം ലീഗിൻ്റെ ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണം. ആ പിന്തുണ ഇന്ന് ഒന്നും കൂടി വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ആത്മാർത്ഥതയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് ശക്തമായിട്ട് തന്നെ UDFൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെ കാൻഡിഡേറ്റർഷിപ്പിന് ഒന്നും കൂടി ബലം ലഭിച്ചത്. ഒരുപക്ഷെ മുരളീധരനായിരുന്നെങ്കിലും ഈ പ്രസ്താവന ഈ രാഷ്ട്രീയ സാഹചര്യത്തിനും വലിയ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. കാരണം മുസ്ലിം ലീഗുമായി നല്ല ബന്ധം എന്നും മുരളീധരൻ നിലനിർത്തിയിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഒരു ദേശീയ മുസ്ലിമാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ആത്മാർത്ഥതയും ദേശീയ മുസ്ലിം വികാരവും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ ഷാഫി പറമ്പിലിന് കഴിയുമെങ്കിൽ ആ പൊളിറ്റിക്സിന് ഒരു പ്രാമുഖ്യം വരുമ്പോൾ, പ്രത്യേകിച്ച് BJP പൊളിറ്റിക്സ് നാഷണൽ ലെവലിൽ, സ്റ്റേറ്റിലെ LDF ഗവൺമെൻറ് പൊളിറ്റിക്സ് സംസ്ഥാന തലത്ത്, അപ്പോൾ ഈ 2 ഫാക്ടറും മാത്രമല്ല കോൺഗ്രസ് കേരളത്തിലും നാഷണൽ പൊളിറ്റിക്സിലും പ്രതിപക്ഷത്താണ്. അപ്പോൾ അവർക്കെതിരെ ഇൻകംബൻസി ഇല്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ഇൻകംബൻസി ഇല്ല. മറിച്ച് BJPക്കെതിരെയുണ്ട്, CPMനെതിരെയുണ്ട്. അപ്പോൾ ഇൻകംബൻസി ഇല്ലാത്ത അതേസമയം പ്രതിപക്ഷത്ത് ബലമായി നിൽക്കേണ്ട, അതോടൊപ്പം വളരെ കരിഷ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഷാഫി പറമ്പിലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതാണ് ഈ പൊളിറ്റിക്സിൽ ഒരു മുൻതൂക്കം ലഭിക്കാൻ കാരണം. മത്സരം പ്രാദേശിക തലത്തിൽ എത്തുമ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ ഈ കണക്കുകൂട്ടൽ മാറുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ സമ്മതിച്ച കാര്യമാണ്. അക്കാര്യത്തിൽ നമുക്ക്
അതെ, മറ്റൊരു കാര്യമുള്ളത് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവർ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ടീച്ചറെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് അങ്ങ് ഡൽഹിയിലേക്ക് വിടാൻ ചിലർക്ക് വലിയ നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അടുത്ത അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ നമ്മളിങ്ങനെ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പാടിപ്പുകഴ്ത്തലുകൾ ഉണ്ട് ടീച്ചറെ കുറിച്ച്. അപ്പൊ ടീച്ചറെ ഒരു ലോക്സഭാ സീറ്റിലേക്ക് കൊണ്ടുവന്ന് അവിടെ ജയിച്ചാലും തോറ്റാലും, ജയിച്ചാൽ ഡൽഹിയിലേക്ക് പോകുന്നു, തോറ്റാൽ സ്വാഭാവികമായും പിന്നീട് പറയാൻ പറ്റില്ലല്ലോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. അതിന് ആ ഒരു പറച്ചിലിനുള്ള ശക്തി കുറയുമല്ലോ. അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബോധപൂർവം വടകര പോലെ മുരളീധരൻ മത്സരിച്ചാൽ പോലും വടകരയിൽ മത്സരം കടുത്തതാണ്. മുരളീധരൻ മത്സരിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ കടുത്തതാണ് വടകരയിലെ മത്സരം. കാരണം മുരളീധരൻ 5 വർഷം ആ മണ്ഡലത്തിലായിരുന്നു എന്ന് പറയാം. വടകരയിലായിരുന്നു മുരളീധരൻ എന്ന് പറയാം. അങ്ങനെ വടകരക്കാരുടെ മുരളീധരനെ ടീച്ചർക്ക് ചിലപ്പോൾ തോപ്പിക്കാനും ഈ പറഞ്ഞ പോലെ പ്രയാസം ഉണ്ടാകുമായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വടകരയിൽ എന്തുകൊണ്ട് ടീച്ചറെ പോലെ ഏറ്റവും മികച്ചൊരു കാൻഡിഡേറ്റിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. കുറച്ചുകൂടി വേണമെങ്കിൽ കണ്ണൂർ നിർത്തിക്കൂടായിരുന്നു, കണ്ണൂരായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടീച്ചറിന് സാധ്യത ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ വിലയിരുത്തുന്നവരുണ്ട്. അങ്ങേക്കും അങ്ങനെയുള്ള സംശയങ്ങൾ തോന്നിയിട്ടുണ്ടോ ശരിക്കും? അല്ല, ഞാനിത് കേട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു റൈവല് വരാതിരിക്കാൻ വേണ്ടി ടീച്ചറിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടതാണ്. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറുമല്ലോ, ആ രംഗം അങ്ങ് മാറുമല്ലോ. അപ്പോൾ ആ ഒരു ചർച്ച ജയശങ്കർ പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചർച്ചയിൽ വന്നതാണ്, പൊതുസമൂഹത്തിൽ വന്നതാണ്. മാത്രമല്ല, ഞാൻ എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളുമായ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ നടത്തിയ പല സർവേകളിലും കേരളത്തിൽ ഏറ്റവും ജനകീയനായ നേതാവ് ഇന്നും ശൈലജ ടീച്ചറാണ്. അതൊരു വസ്തുതയാണ്. അവർ മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ളതല്ല. കെ ശൈലജയ്ക്കുള്ള ഇമേജ് ഇന്ന് ഇപ്പോഴത്തെ കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് ഇല്ല. മാത്രമല്ല, അടുത്ത മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചറിനെ പ്രൊജക്റ്റ് ചെയ്താൽ ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ 3-ാം തവണയും അധികാരത്തിൽ വരാനുള്ള സാഹചര്യവുമുണ്ട്. ആ ഒരു സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അവരെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ ഡൽഹിയിലേക്ക് അങ്ങ് മാറ്റിയാൽ ആ നിലയ്ക്ക് അങ്ങാക്കാം. തോറ്റു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാർ തോറ്റിട്ടുണ്ട്. വീണ്ടും പാർലമെന്റ് തോറ്റിട്ട് അസംബ്ലി വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ അസംബ്ലി പൊളിറ്റിക്സിൽ ജയിച്ച മുഖ്യമന്ത്രിമാർ പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റിട്ടുണ്ട്. പഴയ കാലത്ത്, ഈ ഇടക്കാലത്തൊന്നുമില്ല, പഴയ കാലത്ത് ആർ ശങ്കറിനെ പോലെയൊക്കെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ആൾ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റ ചരിത്രം ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു ഗെയിം പ്ലാൻ അതിൻ്റെ പിറകിലുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും ശൈലജ ടീച്ചറിൻ്റെ പ്രവേശനത്തോടു കൂടി ഇടതുപക്ഷത്തിന് കൊണ്ടുവരാവുന്ന ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റാണ് അവിടെ വന്നിരിക്കുന്നത്. താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ കണ്ണൂർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സാധ്യതയില്ലായിരുന്നു ശൈലജ ടീച്ചറിനെ ഡൽഹിയിൽ അയക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ശൈലജ ടീച്ചർ ജയിക്കാനാണോ തോൽക്കാനാണോ അവിടെ നിൽക്കുന്നത് പാർട്ടിക്കകത്ത് നമുക്കറിയില്ല. പാർട്ടിക്കകത്തുള്ള രാഷ്ട്രീയം അത് നമുക്ക് അക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം ഇത് ചർച്ചയിൽ വരുന്നതല്ല, പാർട്ടി വേദികളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. പക്ഷെ എന്തായാലും ഈ ചർച്ച ഞാനും കേട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ നാഷണൽ പൊളിറ്റിക്സിലേക്ക് മാറും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ തുടർ ഭരണത്തിനകത്ത് ഇതേ ലീഡർഷിപ്പിന് എന്നെ തുടരാനും പറ്റും എന്നുള്ള ഈ ഒരു ആക്ഷേപം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ജയിച്ചാലും തോറ്റാലും ടീച്ചറിൻ്റെ സ്ഥാനം, സ്വാധീനം, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മുമ്പിലുള്ള ജനസമ്മതി അത് ആലോചിച്ച് നോക്കണം. എത്ര പോപ്പുലറായിരുന്നു കഴിഞ്ഞാണല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴും, വൈറസ് അസുഖം വന്നപ്പോഴും, മറ്റ് കോവിഡിൻ്റെ പ്രശ്നം വന്നപ്പോഴും അവർ നൽകിയ സംഭാവനകളൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റുന്നതല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സിനിമ തന്നെ, വൈറസ് എന്ന് പറഞ്ഞൊരു ചിത്രം തന്നെ വന്നപ്പോൾ അതിനകത്ത് ഒരു മിനിസ്റ്ററെ ഇത്ര പോസിറ്റീവായി കാണിച്ച ഒരു ചലച്ചിത്രം കേരളത്തിലുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് ആ നിലയ്ക്ക് ഒരു നല്ലൊരു ബ്രൈറ്റ് കരിയർ ടീച്ചറിനുള്ളതാണ് ആ നിലയ്ക്ക്. പിന്നെ മാത്രമല്ല വളരെ ഷാർപ്പായിട്ട് സംസാരിക്കാൻ അറിയാം. കാര്യപ്രസക്തമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. ആ പറയുന്നതിനോട് നിൽക്കുന്ന ഒരു നിശ്ചയദാർഢ്യം അവരിലുണ്ട് എന്നുള്ളത് പ്രത്യേകമാണ്. ഞാനിത് കേട്ടിട്ടുണ്ട്, ഈ വിവാദം ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ ഈ ലീഗിന്റെ സീറ്റുകൾ, 2 സീറ്റുകളും വയനാട് ഒഴിച്ചാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏത് ലോക്സഭാ മണ്ഡലത്തിലും തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ പോലും വേണമെങ്കിൽ മത്സരിക്കാൻ ശേഷിയുള്ള, പ്രാപ്തിയുള്ള ഒരു ലീഡർ എന്ന ആ നിലയ്ക്ക് തന്നെ നമുക്ക് കെ ശൈലജ ടീച്ചറെ വിലയിരുത്തേണ്ടി വരും. ഏറ്റവും വലിയ സങ്കടം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അങ്ങേ പോലെയുള്ള രാഷ്ട്ര തന്ത്രജ്ഞരെ സംബന്ധിച്ച് ഒക്കെ ഏറ്റവും വലിയ സങ്കടം ഒരു പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ എത്തേണ്ട 2 പേരിൽ ഒരാൾ എത്തില്ലല്ലോ എന്നുള്ളതായിരിക്കും. കാരണം ഏറ്റവും മികച്ച കേരളത്തിലെ ഏത് ലോക്സഭാ മണ്ഡലത്തിലും പരീക്ഷിക്കാവുന്ന അത്ര
അത്ര പ്രാപ്തിയുള്ള രണ്ട് പേരിൽ ഒരാൾ പരാജയപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. അതേസമയം ആമുഖമായി പറഞ്ഞതുപോലെ ചാട്ടുളി ചന്തമുണ്ട് വടകരയുടെ കടത്തനാടൻ മണ്ണിന്റെ ഈ പോരാട്ടത്തിന്. നമുക്കൊപ്പം ഇത്രയും മിനിറ്റുകൾ ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായും വളരെ ഗഹനമായും നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും ലളിതമായ ഭാഷയിൽ വിശകലനം ചെയ്തത് ഡോക്ടർ ഗോപകുമാർ സാറാണ്. അദ്ദേഹം കേന്ദ്ര സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ, രാഷ്ട്രതന്ത്രജ്ഞൻ, അതുപോലെ രാഷ്ട്രതന്ത്ര വിദഗ്ധൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അതുപോലെ പതിറ്റാണ്ടുകളായി അദ്ദേഹം ഈ രംഗത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് കണക്കുകളുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി അത്തരം പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാനനായ ഡോക്ടർ ഗോപകുമാറിനെ ABC മലയാളത്തിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.